ഹരീഷ് വാസ്തവൻ നമുക്കൊപ്പം ലൈനിലുണ്ട്. നമ്മുടെ ഒരു സംശയം ഉണ്ടായിരുന്നല്ലോ, ജാമ്യമില്ലാത്തൊരു കുറ്റമാണ്, എന്താണ് ഞാൻ മുന്നോട്ട് പോകാൻ സാധ്യതയുള്ളത്? ഹരീഷ് വാസ്തവൻ, വെരി ഗുഡ് ഈവനിങ്. ഇപ്പോൾ രഞ്ജിത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എറണാകുളം നോർത്ത് പോലീസ്. 354 ആണ് ചാർജ് ചെയ്തിരിക്കുന്നത്. ജാമ്യമില്ലാ കുറ്റമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിലെന്തോ CRPC എന്തോ ഒരു ഭേദഗതി വന്നു എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് സാധ്യത രഞ്ജിത്തിനുള്ളത്? ഇനി എന്തായിരിക്കും പോലീസ് നടപടി? പോലീസിന് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്കാണ് സമ്പൂർണ്ണമായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ഉള്ളത്. അതിനകത്ത് അറസ്റ്റ് ചോദ്യം ചെയ്യാൻ മതിയെങ്കിൽ ചോദ്യം ചെയ്യാം, അല്ല കസ്റ്റഡിയിൽ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ കസ്റ്റഡിയിൽ ക്വസ്റ്റ്യൻ ചെയ്യാം. തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം മതിയോ അറസ്റ്റ്, ഇപ്പോൾ വേണോ എന്ന് തീരുമാനിക്കാം. തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ സ്റ്റേജിൽ തീരുമാനിച്ചതിന് ശേഷമാണ് അറസ്റ്റ് വേണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അറസ്റ്റ് മെമ്മോയൊക്കെ കോടതിയിൽ കൊടുത്തിട്ട് മാത്രമേ പറ്റുള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നത് അങ്ങനത്തെ ഒരു കേസ് അല്ലല്ലോ ഇത്. ഇതിപ്പോ ചാടിക്കേറി അറസ്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ട ഒരു സാഹചര്യമില്ല. കാരണം സംഭവം നടന്നിട്ട് കുറെ കാലമായി. അത്തരം തെളിവുകൾ പോലീസ് ശേഖരിക്കണം. അന്വേഷണത്തിനൊരു ഒരു ഒരു സമയം വേണം. മാത്രമല്ല എനിക്ക് തോന്നുന്നത് DYSP റാങ്കിന് മുകളിലുള്ള ഒരു ഉദ്യോഗസ്ഥന് 173 അനുസരിച്ച് വേണമെങ്കിൽ ഒരു ഫർദർ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എൻക്വയറിയിലേക്ക് വേണമെങ്കിൽ പോകാം. ഇവരുടെ മൊഴി രേഖാമൂലം രേഖപ്പെടുത്താം. ഇവർ ഇമെയിൽ കൊടുത്തതനുസരിച്ചാണ് പരാതി എടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതിന്റെ ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ പരാതിക്കാരിയെ വിളിക്കാം. അത്തരം നടപടികളാണ് ആദ്യം ഉണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതൊരു വളരെ പെട്ടെന്ന് അറസ്റ്റ് നടത്തി കസ്റ്റഡിയിൽ ചോദ്യം ചെയ്ത് തെളിവുണ്ടാക്കേണ്ട ഒരു കേസായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അത് കുറച്ച് പഴക്കമുള്ളതുകൊണ്ട്. ഓക്കെ, അതായത് ഇനിയിപ്പം പോലീസ് ധൃതി പിടിച്ച് പോവില്ല എന്നതാണ് ഹരീഷ് വാസ്തവൻ്റെയും ഒരു വിലയിരുത്തൽ അല്ലേ, അറസ്റ്റിലേക്കോ മറ്റ് നടപടികളിലേക്കോ? കാരണം പരാതിക്കാരി ആദ്യം അറസ്റ്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള നടപടികളോ ഒന്നും ഉദ്ദേശിച്ചിരുന്നില്ല. ഒരു മാപ്പ് പറഞ്ഞാൽ മതി എന്നാണ് ഈ ബംഗാളി നടി ആദ്യം നമ്മളോട് പറഞ്ഞിരുന്നത്. പിന്നീട് ഇത് വലിയ ചർച്ചയാവുന്ന സാഹചര്യത്തിലും ഇതിൽ പാതി സത്യം മാത്രമേ ഉള്ളൂ എന്ന് രഞ്ജിത്ത് പറഞ്ഞ സാഹചര്യത്തിലുമാണ് എന്നാൽ കേസ് കൊടുക്കാൻ തീരുമാനിക്കുന്നത്. ആ കേസ് കൊടുക്കാൻ തീരുമാനിക്കുമ്പോൾ അതിൽ 354 തന്നെ ചാർജ് ചെയ്യണമെന്ന് അവർ ആവശ്യപ്പെട്ടിരുന്നു. അതനുസരിച്ചാണ് 354 ചാർജ് ചെയ്തിരിക്കുന്നത്. എൻ്റെ ഒരു സംശയം, ഈ സംഭവം നടക്കുന്ന 2009 ആയതുകൊണ്ട് IPC 354 തന്നെയാണ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ BNS 75 ഉപയോഗിക്കുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി തീർച്ചയായും രഞ്ജിത്തിന് പോലീസിന് മുന്നിൽ വരണം. ഇവർക്ക് ഒരുപക്ഷെ പോലീസിന് ബംഗാളിലേക്ക് പോയി മൊഴിയെടുക്കേണ്ടി വരും അല്ലേ? ബംഗാളിലേക്ക് പോയി മൊഴിയെടുക്കാം, അവർക്ക് ഇങ്ങോട്ട് വരാം. ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് വളരെ ഇതായിട്ടുള്ള കേസുകളിലാണെങ്കിൽ അവർക്ക് സൂം പോലെയുള്ള സംഗതികളിലൂടെ ചെയ്യാം. സാധാരണഗതിയിൽ പോലീസ് പോകാനാണ് സാധ്യത. കാരണം ഇതിന് കിട്ടുന്ന ഒരു സോഷ്യൽ റെലവൻസ് ഉണ്ട്. 2 ഇതിന് ഇത്രയും പഴക്കമുണ്ട്. അപ്പോൾ അവരുടെ ഇമെയിലിന് അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ പറയണമെങ്കിൽ അവർ തീർച്ചയായിട്ടും ഇവിടുന്ന് ഒരാൾ പോയി പുതിയ നിയമം അനുസരിച്ച് മൊഴി എടുക്കണമെങ്കിൽ അത് എടുക്കുന്നത് വനിതാ പോലീസ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇൻ റൈറ്റിംഗ് എഴുതുന്നത് വനിതാ പോലീസിനോട് തന്നെ ആയിരിക്കണം. അതുകൊണ്ട് വനിതാ പോലീസ് തന്നെയാണ് മൊഴി എടുക്കേണ്ടി വരിക. ഓക്കെ, താങ്ക് യു ഹരീഷ് വാസ്തവൻ. ഹരീഷ് വാസ്തവനാണ് നമ്മളോട് പ്രതികരിച്ചത്. എന്തായാലും കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. തുടരാം.